നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാര ലോകത്തിന്റെ അധിപതികളോട്, സ്വർലോക ദുഷ്ടാത്മ സേനകളോടാണ്. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീജങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പൊങ്ങുന്ന സകല ഉയർച്ചകളെയും ഇടിച്ചു കളയുന്നവരാണ്. ഇന്ന് രാത്രി ഒരു യുദ്ധം ഇവിടെ നടക്കാൻ തുടങ്ങുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മലോകത്തിലെ പോരാട്ടത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് കൊണ്ടുപോകണം. ദൈവത്തിന് സ്തോത്രം. ഏദൻ പറുദീസയിൽ നുഴഞ്ഞു കയറി ആദി മാതാപിതാക്കളുടെ കുടുംബത്തെ മുച്ചൂടും മുടിച്ച ആ പൈശാചിക വ്യാപാരം ഭക്തനായ ഇയ്യോബിന്റെ കുടുംബത്തിനെതിരെ ആധിപത്യം പുലർത്തി അവന്റെ ശരീരത്തെ രോഗത്താൽ ബന്ധിച്ച് അവന്റെ തലമുറകളെ അകാല നിര്യാണത്താൽ കൊന്നു വീഴ്ത്തിയ ആ പൈശാചിക വ്യാപാരം ദൈവത്തിന്റെ ദാസൻ ദാവീദിന്റെ ഹൃദയത്തെ ബന്ധിച്ച് ജനത്തെ എണ്ണിപ്പിച്ച് ഒടുവിൽ കൂട്ട സംഹാരം വരുത്തിയ ആ പൈശാചിക വ്യാപാരം ദൈവത്തിന്റെ ദാസൻ പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു നിന്ന ആ ദുഷ്ടശക്തി, ദൈവത്തിന് സ്തോത്രം, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ പാർക്കുന്നത് എവിടെയെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ള ഇടം എന്നും ഞാൻ അറിയുന്നു. എന്റെ ദാസനും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും അഭിഷിക്തന്മാർ ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ, കൃപയിൽ നിൽക്കുന്ന നിങ്ങൾ കളിക്കളത്തിലല്ല, നിങ്ങൾ ഇന്ന് രാത്രി പോർക്കളത്തിലാണ്. സാത്താൻ നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. തിരിച്ചറിയണം. ദൈവിക ദർശനം പ്രാപിച്ച ദൈവപൈതലേ, 2027 ജനറൽ കൺവെൻഷനിൽ നീ ഇവിടെ എത്തിച്ചേരാതിരിക്കത്തക്ക വിധം നിന്റെ അവയവങ്ങൾക്കകത്ത് മറഞ്ഞു കിടക്കുന്ന രോഗത്തിന്റെ ശക്തികളെ, നിന്റെ ശരീരത്തിലെ ഒരു ബയോപ്സി റിപ്പോർട്ട് കൊണ്ട് നിന്റെ കുടുംബത്തിന്റെ താളം തകർക്കാൻ വാദിച്ചു നിൽക്കുന്ന ദുഷ്ടവ്യാപാരങ്ങളെ ഇന്ന് രാത്രി അഴിക്കാൻ കഴിവുള്ള യേശുവിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ പറയണം, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, അവൻ ബന്ധിക്കുന്നവനാണെങ്കിൽ ഞങ്ങളുടെ കർത്താവ് അഴിക്കുന്നവനാണ്.